ഗോവൻ ട്രിപ്പ് ഒക്കെ അതിന്റെ പേരിലെത്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നു മാംഗ്ലൂർ ട്രിപ്പ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ കോഴിക്കോടുള്ള ഒരു ഡോർമെട്രിയിലാണ് നീച്ചത്. എല്ലാ ട്രിപ്പും തുടക്കണ കോഴിക്കോട്ട് നീക്കാൻ. അതിനപ്പുറം തന്നെയുള്ള നല്ലൊരു ഹോട്ടലാണ് കയറി. അവിടുന്ന് നല്ലൊരു പൊറാട്ടി മുട്ടക്കറി ഉണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിൽ തന്നെ എത്തി ഫുൾ ഫ്രഷ് ആയി. ഇനി നമ്മൾ നാട് വിടും. അതിന്റെ മുന്നേ ഇവിടെ ചെറുതായിട്ട് ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കാണ്ട് ആദ്യം തന്നെ ചെറിയൊരു പർച്ചേസിംഗിന് വേണ്ടി നമ്മൾ മുട്ടായി തെരുവ് കണ്ടു. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ബാഗിന് വാങ്ങാണ്ട് അവിടെ കയറിയപ്പോ ആദ്യം തന്നെ കണ്ട ബാഗാണ് ഞാൻ. അപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്കിന്റെ ഭാഗത്തുനിന്ന് വന്നത്. എന്റെ ഷൂ ഷൂ മറന്നു വെച്ചിട്ട് ആരണ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നല്ല. ഞാൻ എന്റെ ഷൂ ഡോർമെട്രിയിൽ മറന്നു. അവിടെ തിരിച്ച് ഡോർമെട്രിക്ക് തന്നെ നടന്നു. അങ്ങനെ സാധനം എടുത്ത് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അടുത്തതായിട്ട് ഇവിടെയും ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. ട്രെയിൻ വന്നപ്പോൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൊണ്ട് നമ്മൾ നേരെ ട്രെയിനിൽ കയറി. അപ്പോഴാണ് ഈ ചങ്ങായി ഇതെന്താ ബോംബാണെന്ന് ചോദിച്ച ഓരോ സാധനങ്ങൾ തപ്പി പിടിച്ചു തല്ലു ഇജാതി കായപ്പൊക്കെ കാട്ടിയ പിന്നെ ടീച്ചർ എന്തായാലും പിടിച്ച് ചുമരുമത്തെ. ഇവിടുന്ന് പിന്നെ ഫുൾ അഫ്ലുവിന്റെ ആക്ടിങ് കുറെ കാലമുള്ള സംശയം അങ്ങനെ മാറി. എവിടെ ഓട്ടം കണ്ടാലും ഇവരെല്ലാരും പോയി ഐക്ക് തലടാന്ന്. ഭാഗ്യത്തിന് അപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്ത് നേരെ റൂമിൽ കൊണ്ടുപോയി. എനിക്ക് ട്രെയിനത്തെ ബാത്റൂം മാത്രം റിവ്യൂ ചെയ്ത് ശീലമുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ലക്ഷറി റൂമാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാര്യമായിട്ട് ഞാൻ എന്തൊക്കെയോ പറയണെങ്കിൽ അടുത്ത് പെട്ടെന്ന് ഒരു കണ്ണാടി കണ്ടു. പിന്നെ അതിൽ നോക്കി പുളി. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്ന ടോയ്ലറ്റ് ആണ്. പച്ചവെള്ളം എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മളിഞ്ഞ ഒരു സ്ഥലം വരെ പോവാണ്. റൂമിന്റെ പുറത്ത് മണ്ണടിച്ചുമ്പോഴാണ് ഇന്നോവയിൽ കുറച്ച് മച്ചാമാര് വരും. പേടിച്ചണ്ട, ഇതൊക്കെ നമ്മളെ ടീംസ് തന്നെയാണ്. അവിടുന്ന് ഓലെ നമ്മളെ നല്ലൊരു മന്തി സ്പോട്ട് കണ്ട് കൊണ്ടു. ഇയാൾക്ക് അവിടുന്ന് തന്നെ മെൽറ്റ് ചെയ്ത് തന്നാ വെറുതെ നമ്മളെ മുമ്പിൽ ഒന്ന് പുളിയാവേണ്ട ആവശ്യം. മന്തി സത്യം പറഞ്ഞാൽ നൈസ്. അതൊക്കെ കഴിഞ്ഞ് ഓല് തിരിച്ച് നമ്മളെ റൂമിൽ തന്നെ ആക്കി. റൂമിലെത്തിയ നേരെ നമ്മൾ പോയത് വൈഫൈന്റെ പാസ്വേഡ് ചോദിച്ചാണ്. പക്ഷേ ഈ വ്ളോഗിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്തിനും കണ്ട് വന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ശരി, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.